ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടുവെന്നും ഇല്ലെന്നും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പുകയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. സത്യത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടുവോ? ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാനിൽ നിന്നുണ്ടായ ശക്തമായ തിരിച്ചടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ വീഡിയോകളായും അല്ലാതെയും പ്രചരിച്ചിരുന്നു. അവയിൽ ചിലതാണിത്. স্বর্গে চলে গেছে, ঈদ মোবারক. ഇപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഭീഷണിയുമായി. ഇറാന്റെ പുതിയ ആത്മീയ നേതാവിന്റെ ആദ്യത്തെ സ്പീച്ചിന് മറുപടിയുമായാണ് നെതന്യാഹു പ്രത്യക്ഷപ്പെട്ടത്. മുജിത്തബ ഖാംനെയി പറഞ്ഞത് ഹോർമോസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും ഗൾഫിൽ അമേരിക്കൻ സേന ഉള്ള കാലത്തോളം ഗൾഫിൽ ആക്രമണം തുടരുമെന്നുമാണ്. ഇതിനെതിരെ നെതന്യാഹു ജെറുസലേമിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെ: ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നുവെങ്കിൽ ഭീകര സംഘടനകളുടെ നേതാക്കൾക്കോ പുതിയ ഇറാനിയൻ ഭരണാധികാരിക്കോ വേണ്ടി ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പോളിസി പോലും എഴുതി നൽകില്ലെന്നായിരുന്നു. ഇതിലൂടെ നെതന്യാഹു പരിഹസിച്ചത് ഇറാന്റെ പുതിയ ആത്മീയ നേതാവായ മുജിത്തബ ഖാംനെയ്ക്കും മറ്റു തലവന്മാർക്കും തീരെ ആയുസില്ലെന്നും അവരെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ കൊന്നുകളയുമെന്നുമാണ്. ഇതിന് മറുപടിയായി മുജിത്തബ പറഞ്ഞത് തങ്ങൾ പിന്നോട്ടില്ലെന്നും ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതികാരം ചെയ്യുമെന്നുമാണ്. അതേസമയം നെതന്യാഹു ഇറാനികളോട് ആഹ്വാനം ചെയ്തത് അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇറാൻ ദുർബലമാണെന്നും ഇറാന്റെ പതനം ആസന്നമായെന്നും ജനങ്ങൾ തെരുവിലിറങ്ങി നിലവിലെ ഭരണത്തെ അട്ടിമറിക്കണമെന്നുമാണ്. ചുരുക്കത്തിൽ നെതന്യാഹുവിന്റെ ചാക്കാലം ആഘോഷിച്ചവർക്ക് ഇത് വല്ലാത്തൊരു അടിയായി. എന്തു ചെയ്യാം? ചെകുത്താന്മാർക്ക് ഇനിയും തിന്മകൾ ചെയ്യാൻ അവസരം കൂടുതലാണെന്ന് സാരം. കാത്തിരിക്കാം പുതിയൊരവസരത്തിനു വേണ്ടി.